ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വൺസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് എന്ന സബ്ജക്റ്റിലെ മോഡ്യൂൾ 2 ഒരു ടോപ്പിക് ആണ്, ദാറ്റ് ഇസ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഓക്കെ, അപ്പം ഈ സബ്ജക്റ്റിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് GA PhD 121 ആൻഡ് ഈ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. അതിന്റെ മറ്റൊരു പേരാണ് വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ്. അപ്പൊ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എക്സ്പ്ലെയിൻ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ് അല്ലെങ്കിൽ ഡിറൈവ് വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവർ ചോദിക്കുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് തന്നെയാണ്. അതിന് വേറൊരു പേര് തന്നെയാണ് ഈ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പാർട്ട് ബിയിൽ ഷുവർ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഡി ബ്രോഗ്ലി പറയുന്നത് എന്താണ്? ഒരു റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഓൾറെഡി 10ലും +2ലും ഒക്കെ കണ്ട ഒരു ഇക്വേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ എനർജി. അപ്പൊ നമ്മൾ കണ്ട ഇക്വേഷൻ ഏതായിരുന്നു? നമ്മൾ ഓൾറെഡി പഠിച്ചത്, നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് എനർജി E=hν എന്നുള്ളത്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്, ശരിയല്ലേ? ഇവിടെ H എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. H എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിനൊരു വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഏതായിരുന്നു വാല്യൂ? 6.625 into 10⁻⁻34. ഈ വാല്യൂ ഒരിക്കലും മറന്നു പോകരുത്. ഇത് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രോബ്ലം ചോദിക്കുന്ന ടൈമിൽ എന്താണ് Hന്റെ വാല്യൂ ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല. അപ്പൊ നമ്മൾ ആലോചിക്കും Hന്റെ വാല്യൂ തന്നില്ലല്ലോ എന്ന്. അപ്പൊ എന്താണ് Hന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക, അത് 6.625 into 10⁻⁻34 ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് Hന്റെ വാല്യൂ ലെറ്റ് ടേക്ക് H as എന്ന് പറഞ്ഞിട്ട് അവർ ബ്രാക്കറ്റിൽ തരും, ചിലയിടത്ത് അത് തരില്ല. അപ്പൊ ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഡി ബ്രോഗ്ലി എന്താണ് കൺസിഡർ ചെയ്യുന്നത്? റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു എനർജി എന്നുള്ള ഇക്വേഷനിൽ വെച്ചാണ് നമ്മുടെ എന്താണ് ഈ ഒരു ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? നമ്മുടെ E is equal to എന്താണ്? hν എന്നുള്ള ഇക്വേഷൻ ആണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആയോ? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആ ഒരു വാല്യൂ ആണ് 6.625 into 10⁻⁻34 എന്നുള്ള ആ ഒരു വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി വിത്ത് റെസ്പെക്ട് ടു മാസ് ഓഫ് ഫോട്ടോൺ, വിത്ത് റെസ്പെക്ട് ടു എന്താണ് മാസ് ഓഫ് ഫോട്ടോൺ വെച്ചിട്ട് പുള്ളി അടുത്തൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. അതും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് E is equal to mc² എന്നുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്കിപ്പോ ഏത് ഇക്വേഷൻ ഉണ്ട്? ഫസ്റ്റ് നമ്മൾ ഏത് ഇക്വേഷൻ ആണ് പറഞ്ഞത്? E is equal to hν എന്നുള്ള ഇക്വേഷൻ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി, വിത്ത് റെസ്പെക്ട് ടു എനർജി, വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി എന്നുള്ള ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു മാസ്, വിത്ത് റെസ്പെക്ട് ടു എനർജി, വിത്ത് റെസ്പെക്ട് ടു മാസ്. അപ്പൊ നമ്മൾ അതെങ്ങനെ എഴുതാം? E is equal to mc². ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ഡെറിവേഷൻ എഴുതുന്ന ടൈമിൽ ഓരോ വാല്യൂ, അതായത് ഇപ്പൊ ഒരു E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി, അതുപോലെ തന്നെ M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്. ഇങ്ങനെ എടുത്തെഴുതാനായിട്ട് ശ്രമിക്കുക. C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. നമുക്ക് അറിയാവുന്നത് അല്ലെ? സ്പീഡ് ഓഫ് ലൈറ്റ് എത്രയാണ്? C എന്ന് പറഞ്ഞാൽ Cന്റെ വാല്യൂ Z എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. അത് 3 into 10⁸ m/s ആണ്. 3 into 10⁸ m/s. ഇത് ഓർത്ത് വെച്ചിരിക്കുക, ഈ വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചോദിക്കുമ്പോൾ വാല്യൂ അവർ തരില്ല. അപ്പൊ നമ്മളിത് നമുക്കറിയണം, അതുകൊണ്ട് ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. 3 into 10⁸ m/s എന്നുള്ള വാല്യൂ. C എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ അതിന്റെ E എന്താണ്, M എന്താണ്, C എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി. സെക്കൻഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു മാസ്. ഈ 2 ഇക്വേഷനും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തേ. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? E is equal to hν and second equation we have is E is equal to എന്താണ്? mc². ഈ 2 ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, ശരിയല്ലേ? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് E എന്നുള്ളത് ഈക്വൽ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആവില്ലേ? നമ്മൾ സിമ്പിൾ മാത്സിലൊക്കെ പഠിച്ചിരിക്കുന്ന സെയിം കൺസെപ്റ്റ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആവുകയാണെങ്കിൽ എൻറ്റയർലി അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കതൊന്ന് ഈക്വൽ ആക്കിയാലോ? ആയോ? അപ്പൊ നോക്കിയേ, നമ്മൾ എങ്ങനെ എഴുതാം? hν is equal to mc² എന്ന് എനിക്ക് എഴുതിക്കൂടെ? hν എന്ന് പറയുന്നത് mc² ആണെന്ന് എനിക്ക് എഴുതിക്കൂടെ? ഇനി നമ്മൾ ഓൾറെഡി ന്യൂ വെച്ചിട്ട് റിലേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? നമ്മൾ 10ലും +2ലും ഒക്കെ കണ്ട അതേ ഇക്വേഷൻ ആണ്. ന്യൂന് എനിക്ക് ഇക്വേഷൻ അറിയാം. വിത്ത് റെസ്പെക്ട് ടു C ഞാൻ പഠിച്ചിട്ടുണ്ട്. C എന്ന് പറയുന്നത് ന്യൂ ലാംഡ ആണെന്ന്, ശരിയല്ലേ? നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് C എന്ന് പറയുന്നത്
ന്യൂ ലാംഡ ആണെന്ന്. സോ എനിക്ക് ഇവിടെ ന്യൂന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തൂടെ? എങ്ങനെയാ ന്യൂന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് നോക്കിയേ. ന്യൂന് എങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഈ ന്യൂ അവിടെ ഇട്ടിട്ട് ബാക്കി ന്യൂന്റെ സൈഡിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. അപ്പൊ നമുക്ക് കൊണ്ടുവന്ന് നോക്കിയേ. അപ്പം സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ന്യൂ ആയി. ക്ലിയർ ആയോ? സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു ന്യൂ. അപ്പൊ ന്യൂവിന് ഒരു വാല്യൂ എനിക്ക് കിട്ടി. ക്ലിയർ ആയോ? ന്യൂവിന് ഒരു വാല്യൂ എനിക്ക് കിട്ടി. ആ വാല്യൂ എനിക്ക് ഈ ന്യൂവിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? എച്ച് ന്യൂന് ഞാൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് സി ബൈ ലാംഡ. അപ്പൊ ഞാൻ ഇവിടെ ഇൻറ്റു സി ബൈ ലാംഡ, ന്യൂന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ക്ലിയർ ആയോ? ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. അതാണ് അവരിവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? എങ്ങനെയാണ്? ഞാൻ ആദ്യം രണ്ട് ഇക്വേഷൻ എടുത്തു. അത് വിത്ത് റെസ്പെക്ട് ടു ഒന്ന് ഫ്രീക്വൻസിയും ഒന്ന് എന്താണ് മാസും ആണ്. അവരെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ രണ്ടുപേരുടെയും എൽ എച്ച് എസ് ഈക്വൽ ആണ്. സോ ഞാൻ എന്ത് ചെയ്തു? അവരുടെ ആർ എച്ച് എസും കൂടെ അങ്ങ് ഈക്വൽ ആക്കി കൊടുത്തു. ഈക്വൽ ആക്കി കൊടുത്ത് ഞാൻ പിന്നെ ഇക്വേഷൻ കമ്പയർ ചെയ്ത് ജസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി ന്യൂന്റെ വാല്യൂ എനിക്ക് അറിയാം. വിത്ത് റെസ്പെക്ട് ടു ലാംഡ വെച്ചിട്ട് ഞാൻ ന്യൂവിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതായത് അത് ഏത് ഇക്വേഷൻ ആണ്? സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നുള്ള ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനകത്തുനിന്ന് ന്യൂവിന് മാത്രം എന്ത് ചെയ്തു? ന്യൂവിനെ മാത്രം ആ സൈഡിലാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തു. അപ്പൊ എനിക്ക് ന്യൂവിൽ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? സോ അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ എന്താണ്? എനിക്ക് ന്യൂവിന്റെ ഇക്വേഷൻ കിട്ടി, സി ബൈ ലാംഡ എന്നുള്ളത്. അത് ഞാൻ ന്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, എനിക്ക് കിട്ടി. ഇവിടെ നിന്ന് എനിക്ക് ലാംഡയെ വേണം. എന്തുകൊണ്ടാണ് ഞാൻ ലാംഡയെ മാത്രം എടുക്കുന്നത്? കാരണം ഞാൻ പഠിക്കുന്ന ടോപ്പിക് എന്താണ്? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിച്ച് ഇസ് റെപ്രസെന്റഡ് ഇൻ ലാംഡ. വേവ് ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഇതിനെയാണ്, ലാംഡേനെയാണ്. അപ്പൊ വായോ നമുക്ക് ഇതിനകത്തുനിന്ന് ലാംഡ എഴുതാം. എങ്ങനെയാണ് ഇതിന്ന് ലാംഡയെ തിരിച്ചെഴുതുന്നത്? നോക്കിയോ. ഇതിനകത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇതിനകത്തുനിന്ന് എനിക്ക് എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമോ? ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെ? നോക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ നോക്ക്, എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. ക്ലിയർ ആയോ? ഇവിടെ നിന്ന് എനിക്ക് ലാംഡയാണ് വേണ്ടുന്നത്. അപ്പൊ ഞാൻ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണ്. ക്ലിയർ ആയി? ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് തിരിച്ച് അറിയില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉള്ള രീതിയിൽ തന്നെ എഴുതാം. എങ്ങനെ എഴുതാം നമുക്കത്? എച്ച് സി എന്നുള്ളത് ഈ ലാംഡേനെ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാണ്. സോ ലാംഡ എം സി സ്ക്വയർ എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇപ്പൊ ഇതെല്ലാം ന്യൂമറേറ്ററിലാണ്. ഇനി എനിക്ക് കട്ട് ചെയ്തൂടെ? എനിക്ക് ഈ ഒരു സിയും ഇവിടെ സി സ്ക്വയറിലെ ഒരു സിയും കൂടെ കട്ട് ചെയ്തൂടെ? ശ്രദ്ധിച്ചേ, എന്റെ ഇക്വേഷൻ എച്ച് സി ബൈ ലാംഡ എന്നാണ്. അത് എനിക്ക് എം സി സ്ക്വയർ എന്ന് കിട്ടി. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ലാംഡ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഡിവൈഡ് ചെയ്ത് കിടക്കുന്നതിനെ ഞാൻ ഓപ്പോസിറ്റേക്ക് കൊടുത്തപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി. അപ്പൊ എനിക്ക് ഇതാണ്ട് ഇപ്പുറത്തെ സൈഡിലും സി ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ സി സ്ക്വയർ ഉണ്ട്. ശ്രദ്ധിക്കുക, ഇപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? സി ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ സി സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ സിനെയും ആ സി സ്ക്വയറിനെ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ബാക്കി ഇവിടെ എന്തുണ്ട്? എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എം സി. ക്ലിയർ ആയോ? എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എം സി. ഈ ഒരു സീനെ ഈ സി സ്ക്വയറിനെ ഞാൻ കട്ട് ചെയ്തില്ലേ? ഇനി നോക്കിയേ, എനിക്ക് വേണ്ടുന്ന ആരെയാണ്? എനിക്ക് വേണ്ടുന്ന ആരെയാണ്? ലാംഡ എം സി. ഓക്കെ, എനിക്ക് വേണ്ടുന്ന ആരെയാണ്? ലാംഡേനെയാണ്. സോ ഞാന് ബിഫോർ ലാംഡേനെ എഴുതുന്നതിന് മുന്നേ എച്ച് ഇസ് ഈക്വൽ ടു ലാംഡ എം എന്ന് കൊടുക്കുക, എം സി. ഓക്കെ, ഇവിടെ ഞാനൊരു സീനെ സി സ്ക്വയറിനെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അവിടെ എനിക്ക് ബാലൻസ് ഒരു സി ഉണ്ട്. എനിക്ക് ആരെയാണ് വേണ്ടുന്നത്? ലാംഡേനെയാണ് വേണ്ടുന്നത്. സോ ഞാൻ ആ ലാംഡേനെ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇപ്പുറത്ത് കൊടുത്താൽ പോരെ. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും? എച്ച് ബൈ എം സി എന്ന് കിട്ടിയില്ലേ? ക്ലിയർ ആയോ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി എന്ന് കിട്ടിയില്ലേ? സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം സി. ഇവിടെ എം സി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എം സി റെപ്രസെന്റ് ദ മൊമെന്റം ഓഫ് ഫോട്ടോൺസ്. ഫോട്ടോൺസിന്റെ മൊമെന്റത്തെയാണ് എം സി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എച്ച് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ കണ്ടു. എച്ച് റെപ്രസെന്റ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താണ് എച്ച് റെപ്രസെന്റ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡെറിവേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് എങ്ങനെയാണ് എൻഡ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ഒരു ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുക. ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു എനർജി. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടി? ഇ ഈസ് ഈക്വൽ ടു എന്നുള്ളത് നമുക്ക് എന്തോ കിട്ടിയതാണ്ട് എച്ച് ന്യൂ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു മാസിൽ എടുത്തു. ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ഇത് രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ അത് എന്ത് ചെയ്തു? അത് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു. വെട്ടിക്കളയാനൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞു. ലാംഡയുടെ വാല്യൂ മാത്രമായിട്ട് ഞാൻ എഴുതി. ചിലപ്പോൾ ലാംഡ എനിക്ക് എന്ത് കിട്ടി? എച്ച് ബൈ എം സി സ്ക്വയർ എന്ന് കിട്ടി. ഈ എം സി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മൊമെന്റം ഓഫ് ഫോട്ടോൺസിനെയാണ് എം സി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ദേ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്ന ലാംഡ എന്ന് പറയുന്ന എന്ത് കിട്ടി? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് ഫോട്ടോൺ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് ആണ്. ഡിവൈഡഡ് ബൈ മൊമെന്റം ഓഫ് ഫോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം സി ആണ്. ക്ലിയർ ആയോ? ഇപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്താന്ന് ക്ലിയർ ആയോ? ഇനി നമുക്ക് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്
എന്താണ്? മൊമെന്റം ഓഫ് ഫോട്ടോൺ ആണ് എം സി. ഇനി മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ അത് എം യു ആയിരിക്കും. ക്ലിയർ ആയോ? എം യു ആയിരിക്കും. സോ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പം സിമിലർലി എങ്ങനെ നമുക്ക് എഴുതാം? Momentum of particle, de Broglie suggests that the wavelength of matter associated with momentum of particle would be എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബൈ എം വി. ക്ലിയർ ആയോ? ഈ എം വി എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ഓഫ് പാർട്ടിക്കിൾസ്. ക്ലിയർ ആയോ? മൊമെന്റം ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, നമുക്ക് വേറൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം വി എന്ന് പറഞ്ഞാൽ പി ആണെന്നുള്ള ഇക്വേഷൻ. എം വി എന്ന് പറഞ്ഞാൽ പി ആണെന്നുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി 12th പഠിച്ചിട്ടില്ലേ? ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ എന്താണ്? എം വിക്ക് പി എന്ന് കൊടുക്കുകയാണ്. സോ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് എഴുതാം. ക്ലിയർ ആയോ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് എഴുതാം. അപ്പം ഈ ഒരു ടോപ്പിക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചുകൂടെ? എങ്ങനെയാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓർ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ്. തിരിഞ്ഞു പോകരുത്, ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അഥവാ വേവ് ലെങ്ത് ഓഫ് മാറ്റർ വേവ്സ് രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ എനർജി വിത്ത് റെസ്പെക്ട് ഫ്രീക്വൻസി പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വിത്ത് റെസ്പെക്ട് ടു മാസ് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തു അവിടുന്ന് ലാംഡ നമുക്ക് കിട്ടി, എച്ച് ബൈ എം സി എന്നുള്ള വാല്യൂ കിട്ടി. നമ്മൾ പിന്നെ സിമിലർലി ഇട്ടിട്ട് പാർട്ടിക്കിൾസിന്റെ കേസ് കൂടെ പറഞ്ഞു എം വി എന്നുള്ളത്. അവിടുന്ന് നമുക്ക് എം വി എന്താണെന്ന് അറിയാം. നമുക്ക് പി ആണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് 12th, ഓർക്കുന്നില്ലേ? സോ ഞാൻ ആ പി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കുഞ്ഞു ടോപ്പിക് ഉണ്ട്. അതൊന്നുമില്ല, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ കാര്യം എന്ന് പറയാണ്. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു കൈനറ്റിക് എനർജി എന്ന് പറയാണ്. സോ ഇത് നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർട്ട് എയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഒന്നുമില്ല, കൈനറ്റിക് എനർജി വി ഓൾ നോ ദാറ്റ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ശരിയല്ലേ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ആണ്. ഓർക്കുക, നമ്മൾ ഈ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഫസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു മാസ് ഇക്വേഷൻ നമ്മൾ കണ്ടില്ലേ? സോ അതുപോലെ ഞാൻ ഇവിടെയും വിത്ത് റെസ്പെക്ട് ടു മാസ് എടുക്കുകയാണ്. അപ്പൊ നോക്കി, കൈനറ്റിക് എനർജി ഇ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനെ ഒരു ത്രൂ ഔട്ട് എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കി, അപ്പൊ നിങ്ങൾ എന്തിനാ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നത്? വിത്ത് റെസ്പെക്ട് ടു മാസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ എം കൊണ്ടൊന്ന് ഡിവൈഡും ചെയ്തു, മൾട്ടിപ്ലൈയും ചെയ്തു, എം ഇൻറ്റു ഈ കിടക്കുന്ന എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. ഇനി നോക്കി, ഈ എം ഞാനങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാന്ന് എന്റെ പഴയ സ്റ്റെപ്പ് ആയില്ലേ? അപ്പൊ ഞാൻ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ? ശ്രദ്ധിക്കുക, ഈ എം ഞാനിപ്പം ഇവിടെ ഒരു അഡീഷണലി ഒരു എം ഇൻറ്റു ചെയ്യുകയും ഒരു എം ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ എമ്മും ക്യാൻസൽ ചെയ്ത് കളയുവാണ്, എനിക്ക് പഴയ എം വി സ്ക്വയർ എന്നുള്ള ഒരു സ്റ്റെപ്പ് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ഇതിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ലല്ലോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് സിമ്പിൾ മാത്സ് ആണ് കേട്ടോ. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. എമ്മിനെ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഇൻറ്റു ചെയ്യാണ്, എം വി സ്ക്വയർ ബൈ എം എന്നുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ ബൈ എം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി അറിയാടാ എം വി എന്ന് പറയുന്നത് എന്താണ്, പി ആണെന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. കാരണം നമ്മൾ ഇതായിട്ട് ഇവിടെ പഠിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് എം വി എന്ന് പറയുന്നത് പി ആണെന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. സോ അതിന് എനിക്ക് ആ ഒരു എം വി എന്നുള്ള ആ ഒരു ഫോർമുലയിൽ എനിക്ക് വേണം. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ എം എ ഉള്ളൂ, ഇവിടെ വി സ്ക്വയർ ഉണ്ട്. അപ്പൊ എനിക്ക് അത് പി എന്ന് എഴുതാൻ പറ്റില്ല. അവിടെ എമ്മിന് ഒരു സ്ക്വയറും കൂടെ കൊടുക്കുകയാണെങ്കിൽ എം വി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് എനിക്ക് കൊടുത്തുകൂടെ? സോ അത് അങ്ങനെയാക്കാൻ വേണ്ടിയാണ് ഞാനൊരു എം മൾട്ടിപ്ലൈ ചെയ്യും ഒരു എം ഡിവൈഡ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നോക്കി, അപ്പൊ എനിക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഹാഫ് ഇൻറ്റു എം സ്ക്വയർ വി സ്ക്വയർ. അതിനെ എനിക്ക് പി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? പി സ്ക്വയർ ബൈ എം. ക്ലിയർ ആയോ? അപ്പൊ എനിക്ക് എന്തോ കിട്ടി? ഇ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ബൈ എം എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ബൈ എം എന്ന് കിട്ടി. അതാണ് ഇത് ഈ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നോക്കി, അവിടുന്ന് ബാലൻസ് ഞാൻ ഇങ്ങോട്ട് എഴുതാണ്. എനിക്ക് എന്ത് കിട്ടി? ഇ എന്ന് പറയുന്നത് എനിക്കിപ്പോ എന്ത് കിട്ടി? ഹാഫ് ഇൻറ്റു പി സ്ക്വയർ ബൈ എം എന്ന് കിട്ടി. ഇതിനെ ഞാൻ ഷോർട്ട് ചെയ്ത് എഴുതുവാണ്. 1 ഇൻറ്റു പി സ്ക്വയർ എത്രയാണ്? പി സ്ക്വയർ ആണ്. ബൈ 2 ഇൻറ്റു എം എത്രയാണ്? 2m ആണ്. ക്ലിയർ ആയോ? അപ്പൊ ഇ എന്ന് പറയുന്നത് എനിക്ക് എന്തോ കിട്ടി? പി സ്ക്വയർ ബൈ 2m എന്ന് കിട്ടി. ക്ലിയർ ആയോ? ഇവിടുന്ന് എനിക്ക് പി സ്ക്വയറിനെ മാത്രമാക്കി എഴുതണം. അപ്പൊ ഞാൻ എങ്ങനെ എഴുതി? ഈ 2m ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ പോരെ. സോ ഇ ഇൻറ്റു
2m ഈസ് ഈക്വൽ ടു പി സ്ക്വയർ. ക്ലിയർ ആയോ? E ഇൻറ്റു 2m ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് കിട്ടി. ഇനി എനിക്ക് പിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പൊ പിയുടെ വാല്യൂ ഞാൻ എങ്ങനെ എഴുതും? പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സ്ക്വയർ ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഓക്കെ, സിമ്പിൾ മാത്സ്. റൂട്ടിനകത്ത് എന്തൊക്കെ വരും? റൂട്ട് ഓഫ് E2m. ക്ലിയർ ആയോ? അതാണ് 2m എന്ന് എഴുതിയേക്കുന്നത്. എങ്ങനെ എഴുതിയാലും ശരിയാണ്. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന അനുസരിച്ചിരിക്കും. എഴുതിയാലും ശരിയാണ്. അപ്പൊ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് E2m. 2me. ഓക്കെ, ഇനി നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് അനുസരിച്ച് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ നമ്മൾ എങ്ങനെ പഠിച്ചു? ലാംഡ എന്ന് പറയുന്നത് h/p ആണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ലാംഡ എന്ന് പറയുന്നത് എത്രയാന്ന് പഠിച്ചു? h/p ആണെന്ന് പഠിച്ചു. ഇപ്പൊ നമുക്ക് പിയുടെ വാല്യൂ കിട്ടിയില്ലേ? പിയുടെ വാല്യൂ ഇപ്പൊ എനിക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തൂടെ? എങ്ങനെ എനിക്ക് എഴുതാം? h/√2me. ഓക്കെ, √2me ഓർ √E2m എങ്ങനെ വേണമെങ്കിലും എഴുതാം. ക്ലിയർ ആയോ? ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു കൈനറ്റിക് എനർജി എങ്ങനെ ചെയ്യുന്നത്? ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി ഹാഫ് mv² ആണെന്ന് പറയാം. ഞാൻ അവിടെ ഒരു എമ്മിനെ ഇൻഡു ചെയ്യുകയും ഒരു എമ്മിനെ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് m²v² എന്നായി. അതിന് ഞാൻ p എന്ന് കൊടുത്തു, p² എന്ന് കൊടുത്തു. അപ്പൊ എനിക്ക് ഹാഫ് ഇൻറ്റു p²/m എന്ന് കിട്ടിയില്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു p²/m ഞാൻ എന്ത് ചെയ്തു? അത് ഞാനൊന്ന് ഷോർട്ട് ചെയ്ത് p²/2m എന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യൂ? എനിക്ക് പിന്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. സോ ഞാൻ പി എ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാം ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തു. അപ്പൊ പിയുടെ വാല്യൂ എനിക്ക് √2m എന്ന് കിട്ടി. ക്ലിയർ ആയോ? നമ്മൾ ഓൾറെഡി പാർട്ടിക്കിളിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വേവ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു പാർട്ടിക്കിൾ എങ്ങനെയാണ് പറയുന്നത്? h/p എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? h/p എന്ന് പറഞ്ഞു. അപ്പൊ പിയുടെ വാല്യൂ ഓൾറെഡി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലേ? വിച്ച് ഇസ് √of എത്രയാണ്? 2me എന്നുള്ളത്. ഞാനത് ജസ്റ്റ് അവിടെ എന്ത് ചെയ്തു? ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് ലാംഡ എന്നുള്ള ഇക്വേഷൻ എനിക്ക് എങ്ങനെ കിട്ടി മക്കളെ? h/√2me. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് അത്യാവശ്യം ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആയിക്കോട്ടെ, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു കൈനറ്റിക് എനർജി ആയിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. കാണുന്നതിനോടൊപ്പം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ആവും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അതുവരെയും ബൈ.